ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടാം. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അനന്തരം എന്ന് പറയുമ്പോൾ മാമോദീസായ്ക്ക് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുക. പരീക്ഷിക്കപ്പെടുവാൻ നമ്മൾക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. ആ വചനഭാഗം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈശോ പരീക്ഷയിൽ വിജയിച്ച് പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്നു. ജീവിതത്തില് നീ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പിശാചിനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു അവസരം. ഈശോ അതാ ചെയ്തത്. പരീക്ഷണങ്ങള് പരാജയമല്ല, ദൈവം തള്ളിക്കളയുന്നതല്ല. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നീ ക്രിസ്തുവിന്റെ കൂടെയാണെന്ന് പ്രഘോഷിക്കാനുള്ള അവസരം നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾക്കൊപ്പം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കുവാനാണെന്നും ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുവാനാണെന്നും ഈ വ്യക്തിയെ നീ ഓർമ്മിപ്പിക്കണമേ. പരീക്ഷയുടെ അവസരങ്ങളിൽ ഈ വ്യക്തിയെ നീ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാന